ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലടാ. നമ്മുടെ +1 മോഡൽ എക്സാം ഇങ്ങ് അടുത്തെത്തിയിരിക്കണം, പട്ടിവാതിൽക്കൽ വന്ന് നിൽക്കുവാണ്. സോ മികച്ച മാർക്കല്ല, മുഴുവൻ മാർക്കും തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അതിലോട്ട് നിങ്ങളെ നയിക്കാൻ സൈലം ടീം ഓൾവേസ് റെഡിയാണ് മക്കളെ. മാരത്തോൺ ലൈവും സൂപ്പർ 60 എല്ലാം അടിപൊളിയായി നമ്മൾ തകർത്തിരിക്കും മക്കളെ. ഈ ഒരു വീഡിയോയ്ക്ക് അത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചോദ്യ പേപ്പറിൽ അറൌണ്ട് 40% കാണുന്ന നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് ആണ് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ ഡെറിവേഷൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. സോ ഗൈസ്, ഒട്ടും ലേറ്റ് ആക്കാതെ നമ്മൾ കടക്കാൻ പോവാണ്. ആദ്യം 2 മാർക്കിന് ഏറ്റവും കൂടുതൽ ചോദ്യ പേപ്പറിൽ കാണുന്ന എല്ലാ ചോദ്യ പേപ്പറുകളിലും റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ഏതാണ് എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. സോ ഇത്രയും വർഷത്തെ ചോദ്യ പേപ്പറുകൾ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അവൻ ഒരു കൊല കൊമ്പൻ തന്നെയായിരിക്കണം. സോ അത്തരം ഡെറിവേഷന്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ചോദ്യം ഏതാണ്? അത് ആക്ച്വലി ഒരു ഡെറിവേഷനായി നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഒരു ഡെറിവേഷന്റെ കാറ്റഗറിയിൽ നമുക്ക് വേണമെങ്കിൽ ഇവനെ പെടുത്താം. അതായത് ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്ന പോലുള്ള ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. സോ അതേപോലെ തന്നെ ഈ വർഷങ്ങളിൽ ചോദിച്ച മറ്റൊരു ഡെറിവേഷൻ ഓറിയന്റഡ് ആയ ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് ഈ പറയുന്ന പാരാമീറ്റേഴ്സിൽ ഏതെങ്കിലും ഒന്നിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ റിലേഷൻ ഡിറൈവ് ചെയ്യുക. അതായത് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഡിറൈവ് ചെയ്യുക, സെൻട്രിപെഡൽ ഫോഴ്സ്, കൈനറ്റിക് എനർജി, വെലോസിറ്റി ഓഫ് സൗണ്ട്. സോ ഇത്രയും പാരാമീറ്റേഴ്സ് ഡിറൈവ് ചെയ്യാൻ പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഡെറിവേഷൻ ആണ്. 3 മാർക്കിന് പരീക്ഷയിൽ ചോദിക്കുന്ന ഡെറിവേഷൻ ആണ്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്, പഠിക്കേണ്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. അടുത്തതിലൂടെ കടക്കാം. മൂന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഡെറിവേഷൻ ഈ പറയുന്ന 3 മാർക്കിന്റെ ഡെറിവേഷൻ ആണ്. അത് ഈ ചോദ്യങ്ങളിൽ ഈ വർഷങ്ങളിലൊക്കെ ചോദിച്ചതുമാണ്. അതേതാണെന്നുള്ളതിലോട്ട് കടക്കുവാണ്. ശ്രദ്ധിക്കണം മക്കളെ. ഡെറിവേഷൻ ഗ്രാഫിക്കലി മോഷനിനെ സ്ട്രെയിറ്റ് ലൈൻ ഓറിയന്റ് ആയിട്ട് കൈനമാറ്റിക് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പറയും. അതായത് v = u + at, v² = u² + 2as, s = ut + ½ at². ഈ പറയുന്ന 3 ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഗ്രാഫിക്കലി നമ്മളോട് വരച്ച് ഡിറൈവ് ചെയ്യാൻ പറയും. അതിന് 3 മാർക്കാണ് ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷൻ ആണ്, പഠിക്കേണ്ടതാണ്. റൈറ്റ്, അടുത്തതിലോട്ട് കിടക്കുന്നു. ശ്രദ്ധിക്കണം. ഈ കാണുന്ന 8 ചോദ്യ പേപ്പറുകൾ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് അടുത്തത്. 3 മാർക്കിന്റെ ചോദ്യമാണ്, പഠിക്കേണ്ടതാണ്. അത് ഈ കാണുന്ന 3 ഡെറിവേഷൻസിൽ ഏതെങ്കിലും ഒന്നാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഇത് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് എഴുതുക. ഒരു വസ്തു പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ പ്ലെയിനിലോട്ട് വന്ന് വീഴാൻ എത്ര സമയം എടുക്കും, അതിന് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയാം. സോ ആ രീതിയിൽ നിങ്ങൾ ഒരു ബേസിക് ഡെഫിനിഷൻ കൊടുക്കുക, എന്നിട്ട് അതിന്റെ പടം വരയ്ക്കുക, ആ പടത്തിൽ പാരാമീറ്റേഴ്സ് അടയാളപ്പെടുത്തുക, അതുപോലെ തന്നെ പ്രോപ്പർലി ഡിറൈവ് ചെയ്യുക. ചില ചോദ്യ പേപ്പറുകളിൽ 2 മാർക്കിനും കാണാറുണ്ട്, പക്ഷെ മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും 3 മാർക്കിനാണ് ഡെറിവേഷൻ കാണുന്നത്. സോ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക, ആ രീതിയിൽ തന്നെ പഠിക്കുക. അടുത്തതിലൂടെ കടക്കുന്നു. നെക്സ്റ്റ് വൺ, 4 മാർക്കിന്റെ ചോദ്യം കാണുന്നുണ്ടല്ലോടാ മക്കളെ. സോ ഏകദേശം 9 ചോദ്യ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത ഈ ചോദ്യം ഏതായിരിക്കും? ഒരു സംശയം വേണ്ട. ലോസ് ഓഫ് മോഷനിൽ നിന്ന് ബാങ്ക്ഡ് റോഡ്, മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷൻ ആണ്. ഇതിനകത്ത് മറ്റു ചില ഡെറിവേഷൻസ് എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റൈറ്റ്, F = ma ഡിറൈവ് ചെയ്യുന്ന പോലുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഡെറിവേഷൻ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ലെവൽ സർക്കുലർ റോഡിലെ മാക്സിമം പെർമിസിബിൾ സ്പീഡ്. സോ അതിനേക്കാളും പ്രയോറിറ്റി കൊടുക്കുക, അത് പഠിക്കണ്ട എന്നല്ല, അതിനേക്കാളും പ്രയോറിറ്റി കൊടുക്കുന്നത് ബാങ്ക്ഡ് റോഡിന് തന്നെയാണ്. അടുത്തത് നെക്സ്റ്റ് 3 മാർക്കിന്റെ ചോദ്യം, അറൌണ്ട് 8 ചോദ്യ പേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യം ഏതാണ്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ്? ടോർക്കും ആംഗുലർ മൊമെന്റും തമ്മിലുള്ള സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലെ റിലേഷൻ ആണ്. സോ ഇത് വളരെ കുഞ്ഞു ചോദ്യമല്ലേ എന്നൊക്കെ നിങ്ങളിൽ പലരും വിചാരിക്കാറുണ്ട്. പക്ഷെ ഈ കാണുന്ന എല്ലാ ചോദ്യ പേപ്പറുകളിലും ആ ചോദ്യം അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താണ്, പഠിക്കേണ്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. അടുത്തതിലോട്ട് കിടക്കുന്നു. ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ, എത്ര ചോദ്യ പേപ്പറാണ്? 10 ചോദ്യ പേപ്പറുകളിൽ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അവൻ എത്ര വലിയ ആളായിരിക്കും? യെസ്, അത് ഒരു ചോദ്യമല്ല, 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരും. വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത് ആൻഡ് ആൾട്ടിറ്റ്യൂഡ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ ആണ്. ഉയരം കൂടുമ്പോഴും ആഴം കൂടുമ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്തു മാറ്റം സംഭവിക്കും എന്നുള്ള ഡെറിവേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പഠിക്കേണ്ടതാണ്. അതിനു പുറമെ SK സ്പീഡിന്റെ ഡെറിവേഷൻ കൂടി നിങ്ങൾ പഠിക്കണം. അതും ഇമ്പോർട്ടന്റ് ആണ്. അതും പല പരീക്ഷകളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഡെറിവേഷൻ ആണ്, പഠിക്കേണ്ടതുമാണ്. റൈറ്റ്, അടുത്ത നോക്ക് കടക്കണം മക്കളെ. ഏകദേശം 9 ചോദ്യ പേപ്പറുകളിൽ ഈ പറയുന്ന ചോദ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 4 മാർക്കിന്റെ ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ. നോക്കാം ഏതാണെന്ന്. യെസ്, അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ അതിന്റെ അപ്ലിക്കേഷനും. ബെർണോളിസ് പ്രിൻസിപ്പിളും അതിന്റെ അപ്ലിക്കേഷനുമാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ഒരു 3 മാർക്കിന്റെ അടുത്ത ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഈ കാണുന്ന 5 ചോദ്യ പേപ്പറുകൾ റിപ്പീറ്റ് ചെയ്ത ചോദ്യം എന്താണ്? പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം.
ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഡ്രൈവ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്. നിങ്ങൾക്ക് അറിയേണ്ടതുമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. ഈ പറയുന്ന 10 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് പഠിക്കുക. എണ്ണത്തിൽ 10 അല്ല, അതിനേക്കാളും ഉണ്ട്. ഇപ്പൊ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൗണ്ട് ഫിഗർ 10 ഞാൻ ഒതുക്കുവാണ്. സോ 10 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് ഇനീഷ്യലി പഠിക്കുക. ഇത് മാത്രം പഠിക്കാനല്ല പറയുന്നത്, ഇത് പഠിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. ബാക്കിയുള്ളവ പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്, നിങ്ങൾക്കറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതിന് സൈലം നിങ്ങളുടെ കൂടെയുണ്ട് മക്കളെ. അപ്പൊ നമുക്ക് കാണാം.